സത്യം പറയട്ടെ, നീ നന്നായിട്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, സ്റ്റൈലിഷായി ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഹെയറും നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിന്നെ സ്മെല്ല് ചെയ്യുന്നത് ബാഡ് ആണെങ്കിൽ ഇതൊക്കെ ചെയ്തത് ഒരു സെക്കൻഡിൽ വെറുതെ ആയിപ്പോൾ നിന്നോടുള്ള ഗുഡ് ഇംപ്രഷൻ ഒരു സ്മെല്ല് കൊണ്ട് ഇൻസ്റ്റന്റ് ആയി പോയി കിട്ടും. ഇതിലെ ഏറ്റവും വലിയ സത്യം എന്താണെന്നറിയാം, ആരും നിന്റെ മുഖത്ത് നോക്കി പറയില്ല, അവരൊന്നും പറയാൻ നിൽക്കില്ല, നിന്നെ അവോയ്ഡ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ഒരു സിമ്പിളായുള്ള കാര്യം പറയാനാണ് ഞാനിന്ന് വന്നത്. എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ബ്രീത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബോഡി, ഹെയർ, ക്ലോത്ത്സ്, നിന്റെ റൂം വരെ എക്സ്പെൻസീവ് ആയ പെർഫ്യൂംസ് ഒന്നും വേണ്ട, വലിയ പ്രൊഡക്ട്സ് ഒന്നും തന്നെ വേണ്ട. ഫസ്റ്റ് കാര്യം, ഇത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഡെയിലി കുളിക്കും, ഡിയോഡറൻ്റ് അടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ നിന്റെ റൂം എങ്ങനെയാണോ സ്മെല്ല് ചെയ്യുന്നത് അതുപോലെ തന്നെയായിരിക്കും നിന്നെ സ്മെല്ല് ചെയ്യുന്നത്. ബെഡ്ഷീറ്റ് പഴയത് വാഷ് ചെയ്യാത്തതാണെങ്കിൽ, പില്ലോ കേസിൽ ഫുഡിന്റെ സ്മെല്ല് ഉണ്ടെങ്കിൽ അതൊക്കെ നിന്റെ ബോഡിയിലും ആ സ്മെല്ല് ഉണ്ടാവും. സോ സിമ്പിൾ ആണ്. ബെഡ്ഷീറ്റ് വീക്കിൽ 2 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്യാൻ നോക്കണം. പില്ലോ കേസ് ക്ലീൻ ആക്കി വെക്കണം. റൂമിൽ മാക്സിമം ഫുഡ് കൊണ്ടുവന്ന് കഴിക്കാതിരിക്കാൻ നോക്കുക. ആ സ്മെല്ല് നമ്മുടെ ബെഡ്ഷീറ്റിൽ, പില്ലോയിൽ, കർട്ടനിലൊക്കെ ആവാൻ ചാൻസ് കൂടുതലാണ്. സോ റൂൾസ് സിമ്പിളാണ്. നിന്റെ വീടും നിന്റെ റൂമും ക്ലീൻ ആയിട്ടിരിക്കാൻ നോക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മുടെ ബ്രീത്തിങ്. ബാഡ് ബ്രീത്ത് ആണ് അട്രാക്ഷൻ്റെ ബിഗ്ഗസ്റ്റ് കില്ലർ. നീ എത്ര നന്നായിട്ട് സംസാരിച്ചാലും ബാഡ് ബ്രീത്ത് ആണെങ്കിൽ അത് അത്ര നന്നായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി 2 നേരം ബ്രഷ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ട് ഡെയിലി ബ്രഷ് ചെയ്യുന്നത് മാത്രം പോരാ. റിയൽ ഇഷ്യൂ എന്താണെന്നറിയാമോ? നാക്കിലുള്ള വെളുത്ത ലെയറാണ്. ഡെയിലി രാവിലെ ടങ്ക് ക്ലീൻ ചെയ്യണം. പിന്നെ ഫ്ലോസ് യൂസ് ചെയ്യണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ പല്ലിന്റെ ഇടയിൽ ഫുഡ് പാർട്ടിക്കിൾസ് ഇരിക്കാൻ ചാൻസ് കൂടുതലാണ്. സോ അതാണ് വിയർഡായിട്ടുള്ള സ്മെല്ലിന്റെ മെയിൻ റീസൺ. ലാസ്റ്റ് ആയിട്ട് ആൽക്കോൾ ഫ്രീ ആയ മൗത്ത് വാഷ് യൂസ് ചെയ്യുക. പിന്നെയാണ് കുളിയുടെ കാര്യം. നമ്മൾ ഡെയിലി 2 ടൈംസ് ഷവർ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എല്ലാവരും പ്രോപ്പർ ആയിട്ടാണോ ഷവർ ചെയ്യുന്നത്? അതുകൊണ്ട് കുളിക്കുമ്പോൾ ബോഡി വാഷ് യൂസ് ചെയ്യുക, ലൂഫ അല്ലെങ്കിൽ സിലിക്കോൺ സ്ക്രബ്ബർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കയ്യിൽ മാത്രം സോപ്പ് വെച്ചാൽ പോരാ. നമ്മുടെ ആംപിറ്റ്, നമ്മുടെ കാൽ, നമ്മുടെ ബാക്ക് സൈഡ്, നമ്മുടെ ചെവിയുടെ പിന്നിൽ, ഇവിടെയൊക്കെയാണ് ബാക്ടീരിയ എല്ലാം ഇരിക്കുന്നത്. അതുപോലെ തന്നെ കുളിച്ച് കഴിഞ്ഞ് ബോഡി ഫുള്ളായിട്ട് ഡ്രൈ ആവട്ടെ, അതാണ് നല്ലത്. മോയ്സ്ചർ ഉണ്ടെങ്കിൽ ബാക്ടീരിയ ഉണ്ടാവും, ബാക്ടീരിയ ഉണ്ടെങ്കിൽ സ്മെല്ല് ഉണ്ടാവും. തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് കുറച്ച് നല്ലതാണ്. അത് ഫ്രഷ് ഫീൽ കുറച്ച് കൂടുതൽ നേരം നിൽക്കാൻ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബാക്ക് ടു ദ വീഡിയോ. പിന്നെ നമ്മുടെ ഹെയർ, ഒരാളെ ഹഗ് ചെയ്യുമ്പോൾ എന്താ അവരുടെ മുടിക്ക് ഇത്ര സ്മെല്ലെന്ന് തോന്നിയിട്ടുണ്ടോ? ഹെയർ ആണ് സ്മെല്ല് ഏറ്റവും കൂടുതൽ നേരം പിടിച്ചു വയ്ക്കുന്നത്. അതുകൊണ്ട് ഡെയിലി ഷാമ്പു വേണ്ട. തിൻ ഹെയർ ആണെങ്കിൽ 2-3 ഡേയ്സ് വൺസ് മതി. സൾഫേറ്റ് ഫ്രീ ആയ ഷാമ്പു യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഓഫ് ഡേയ്സിൽ ലൈറ്റ് കണ്ടീഷണർ യൂസ് ചെയ്യാം. വേണമെങ്കിൽ 2-3 തുള്ളി വെളിച്ചെണ്ണ നമുക്ക് കയ്യിൽ തേച്ചിട്ട് മുടിയിലൊന്ന് ഓടിച്ചാൽ മതി. നാച്ചുറൽ സ്മെല്ലും കിട്ടും, ക്ലീൻ ആയിട്ടുള്ളൊരു ഫീലും കിട്ടും. പിന്നെ ലാസ്റ്റ് പാർട്ട്, ഡിയോഡറൻറ്റും പെർഫ്യൂമും. ഡിയോഡറൻറ്റ് നമ്മുടെ സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് കുളി കഴിഞ്ഞ് നമ്മുടെ ഡ്രൈ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. പെർഫ്യൂമിലേക്ക് വരുമ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നതല്ല മെയിൻ. അടുത്ത് വരുമ്പോൾ ആൾക്കാർ നോട്ടീസ് ചെയ്യണം. കഴുത്തിൽ, ചെവിയുടെ പിന്നിൽ, കയ്യിൽ ഒരു സിഗ്നേച്ചർ സെന്റ് മതി. ചീപ്പായുള്ള പെർഫ്യൂം ഒന്നും വേണ്ട, ഒരു നല്ല പെർഫ്യൂം മതി. ലാസ്റ്റായി നീ നല്ല സ്മെല്ല് ചെയ്യുമ്പോൾ നീ തന്നെ അറിയാതെ കോൺഫിഡൻസ് വരും. നമ്മുടെ ഫീൽ തന്നെ മാറിപ്പോ. സ്മെൽ ഈസ് ഇൻവിസിബിൾ കോൺഫിഡൻസ്. അതുപോലെ തന്നെ ഇത് ആരെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിനക്ക് നിന്നെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഹാബിറ്റ്സ് എല്ലാം ഒരു റൊട്ടീൻ ആക്കണം.